സംഭവം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നല്ല ഭംഗിയിൽ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് അരിയലിയുടെ ബുഷി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതെനിക്ക് കിട്ടിയത് നമ്മുടെ മലമ്പുഴ പാർക്കിൽ പോയപ്പോൾ അവിടെ നിന്ന് അടിച്ച് മാറ്റി ഒരു കഷ്ണം കൊണ്ടുവന്നതാണ്. സംഭവം അതിപ്പോൾ അടിപൊളിയായിട്ടൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറേ വലിപ്പം വെച്ചു. കാര്യം ചട്ടിയിലായിരുന്നു നിർത്തിയിരുന്നത്. ഇപ്പോൾ ചട്ടിയൊക്കെ കവിഞ്ഞ് വേരൊക്കെ താഴെ പോയി. നമുക്ക് ചട്ടിയൊന്നും പൊന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് വെട്ടി ഒതുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതുപോലെ ഒരു ചെറിയ കമ്പ് എടുത്തു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറേ കമ്പുകളൊക്കെ ഞാൻ വേറെ മുറിച്ച് നട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നല്ല പുതിയ പ്ലാന്റ്സ് കിട്ടി. ഇതിൻ്റെ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റി നടാൻ വളരെ ഈസിയാണ്. നോക്കി മഴ പെയ്ത കാരണമെന്നുണ്ട് ഉള്ളിലേക്ക് നല്ല റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇത് കമ്പുകളൊക്കെ മുറിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല നല്ല പ്ലാന്റ്, നല്ല ഫാസ്റ്റ് ഗ്രോത്തുള്ള പ്ലാന്റാണ്. നമ്മൾ ചട്ടിയിലൊക്കെ നല്ല വെച്ച് കൊടുത്താൽ വെട്ടിയൊക്കെ നിർത്തി നല്ല ഷേപ്പിലൊക്കെ നിർത്തിയാൽ നമുക്ക് നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിലൊക്കെ നിർത്താം. നമുക്ക് ബോർഡറായിട്ട് അധികം സൺലൈറ്റ് വേണ്ട ചെടിക്ക്. വെള്ളം അങ്ങനെ കുറേ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇങ്ങനെ കാട് പോലെ നിൽക്കുമ്പോൾ പറിച്ചിട്ടും കിട്ടുന്നില്ല. എന്നാൽ എനിക്കത് അവിടെ നിന്ന് വലിച്ച് കളയാനും തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് വെട്ടി ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ കമ്പുകളുണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയിൽ ഇങ്ങനെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ നമുക്ക് ചെറിയ പോട്ടൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റൗണ്ട് പോലെയൊക്കെ നല്ല ഭംഗിയിൽ വെട്ടി നിർത്താണെങ്കിൽ നല്ല രസത്തിൽ നിന്നോളും. അപ്പോൾ വളരെ നമുക്ക് അധികം കെയറിങ് ഒന്നും വേണ്ട. ഈ അരേലിയ പ്ലാന്റിൻ്റെ തന്നെ നമുക്കറിയാമല്ലോ പലതര വെറൈറ്റി കളറുകൾ ഉണ്ടെന്നുള്ളത്. വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഡിസൈനുള്ള ഗ്രീന്, ക്രീം അങ്ങനത്തെ ഡിസൈനുള്ള കുറേ പ്ലാന്റുകളൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഇതിനൊക്കെ പപ്പടയില എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ആദ്യം ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. ഇതാകുമ്പോൾ കുറച്ചുകൂടി ബുഷിയായിട്ട് നല്ലോണം തിങ്ങി നിറഞ്ഞ് വളരുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് കുറേയൊക്കെ വെട്ടി ഒതുക്കി ഏതാണ്ടൊക്കെ വെട്ടി നല്ല അതിൻ്റെ കമ്പൊക്കെ നല്ല കട്ടിയുണ്ട് കേട്ടോ. നമുക്കൊന്ന് മുറിച്ചിട്ടൊന്നും മറ്റേ കമ്പൊക്കെ മുറിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. പെട്ടെന്ന് വലിപ്പം വെച്ചു ഈ പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാൻ വെട്ടിയൊക്കെ ഒതുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ വെയിലും മഴയൊന്നും കൊണ്ടാലൊന്നും അങ്ങനെ പ്രശ്നമില്ലാത്തൊരു പ്ലാന്റാണ്. നമുക്ക് ഈസിയായിട്ട് വളർത്തും ചെയ്യാം. പക്ഷെ എന്നാൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. കണ്ട ഇത്രയും ഉണ്ടായിരുന്നു ഞാൻ വെട്ടി ഒതുക്കി ഒതുക്കി. ഇതുപോലത്തെ കുഞ്ഞ് തണ്ടുകൾ കുഴിച്ചിട്ടാൽ നമുക്ക് നല്ല നല്ല പ്ലാന്റുകളായിട്ട് നല്ല ഭംഗിയിൽ നല്ല പച്ചപ്പോട് കൂടി നിൽക്കും. കണ്ടോ ഇതുപോലെ ചട്ടി ഇപ്പോൾ കാണാനുണ്ട്. ഈ ചട്ടി നമുക്ക് വലിച്ചാൽ കിട്ടില്ല കേട്ടോ. വേരൊക്കെ അടിയിൽ പോയിട്ടേ ഇതുപോലെ കണ്ട നല്ല കട്ടിയിൽ തണ്ടൊക്കെ നല്ല കട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് പെട്ടെന്ന് തന്നെ വേഗം തന്നെ അത് വളർന്നോളൂ കേട്ടോ. വെട്ടി കൊടുത്താൽ ഞാൻ അതുപോലെ കുറേ പ്രാവശ്യം വെട്ടാറുണ്ട്. പക്ഷേ ഇത്ര ഡീപ്പായിട്ട് ഞാനിങ്ങനെ വെട്ടി കൊടുക്കാറില്ല. അപ്പോൾ അത് നല്ലോണം വെട്ടി കൊടുത്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. കാര്യം എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട് ഇങ്ങനെ വെട്ടി കൊടുക്കാനായിട്ട്. നന്നാലും സാരമില്ല.